നാവ് കൊണ്ടുള്ള മുറിവ് വാളുകൊണ്ടുള്ള മുറിവിനേക്കാൾ മാരകമാണ്. മനസ്സിലായോ എന്താന്ന്? വാളുകൊണ്ടുള്ള മുറിവ് നമ്മുടെ ശരീരത്തിന് മാത്രമേ ഏൽക്കുന്നുള്ളൂ. നാവ് കൊണ്ടുള്ള മുറിവ് നമ്മുടെ ആത്മാവിനാണ് ഏൽക്കുന്നത്. നമ്മളെ മൊത്തത്തിൽ അത് ബാധിക്കും. അപ്പൊ കാര്യം മനസ്സിലായല്ലോ എല്ലാവർക്കും? പിന്നെ ഇന്ന് എല്ലാവർക്കും അറിയാം, മലയാള മാസം ആണ്ടുപുറപ്പാണ്. 1-ാം തീയതിയാണ്. എല്ലാവരും അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയി കാണും. നല്ലൊരു മനസ്സോടെയൊക്കെ ഇരിക്കുകയും നമ്മുടെ അന്തരീക്ഷമൊക്കെ നമുക്ക് വേണ്ടിയിട്ടൊരു വൈബിലേക്ക് വരികയാണ്. ചിങ്ങമാസം എന്ന് പറയുമ്പോൾ എല്ലാവരും പൊതുവെ ഒരു സന്തോഷഭരിതരാണ് എല്ലാവരും, അല്ലെ? അപ്പം ആ സന്തോഷം നമ്മുടെ ഗാർഡനിലേക്ക് നമുക്ക് വരുത്തണ്ടേ? അപ്പം അതിനായിട്ടാണ് ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരു പരാതിയുണ്ട്, ഓർക്കിഡിൽ ഫ്ലവർ വരുന്നില്ല, എന്ത് ചെയ്തിട്ടും ഫ്ലവർ വരുന്നില്ല എന്ന്. നിങ്ങൾക്കെല്ലാം ഓർക്കിഡിന് ഫ്ലവർ വരും. അത് നിങ്ങൾ ചെറുത് 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പ്ലാന്റ് നല്ല രീതിയിൽ പൂത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എപ്പോഴും പറയുന്ന പോലെ പറ്റുമെങ്കിൽ രേഖപ്പെടുത്തുക. ഒരു ലൈക്ക്, പിന്നെ നമ്മുടെ ഹൈപ്പ്, എല്ലാവരും കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പം നമുക്ക് പുതിയൊരു വർഷത്തെ വരവേൽക്കാൻ നമുക്ക് മനസ്സുകൊണ്ട് ശരീരം കൊണ്ടുമല്ല. അപ്പോൾ ഈ ഒരു ജേർണി, ഈ ഒരു വർഷം നമുക്ക് എല്ലാവർക്കും സന്തോഷകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഓർക്കിഡ് പ്ലാന്റില് ഫ്ലവർ വരണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? കുറെ പേർക്ക് അറിയായിരിക്കും അല്ലെ? ഞാനൊരു സാറായിട്ട് നിങ്ങളെ ശിഷ്യരായിട്ടും കണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നല്ല വന്നത് കേട്ടോ. ഈ പല കമന്റുകളും അല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടിയൊക്കെ എന്നോട് കോൺടാക്ട് ചെയ്യുന്നവർ പറയുന്നതാണ്, എന്ത് ചെയ്തിട്ടും എന്റെ പ്ലാന്റിന് ഫ്ലവർ വരുന്നില്ല, ഇവിടെ എങ്ങനെയാണ് ഇത്രയും ഫ്ലവർ ഉണ്ടാകുന്നത്? ഒരു 2-3 കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുപോലെ ഫ്ലവർ ഉണ്ടാകും. ഫസ്റ്റ് വൺ, നമ്മുടെ പ്ലാന്റിന് നല്ല ലൈറ്റ് വേണം. അതായത് ഓർക്കിഡിന് നല്ല ബ്രൈറ്റ് സൺലൈറ്റ് വേണം, എങ്കിൽ മാത്രമേ അത് ഫ്ലവർ ആകുകയുള്ളൂ. സൂര്യപ്രകാശം ഒരു 4-5 മണിക്കൂറെങ്കിലും കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പ്ലാന്റ് സെറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് വളർന്ന് അതിന് ഫ്ലവർ ആയിക്കോളും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ ഫ്ലവർ വന്നിട്ട് ഇതുപോലെ നിൽക്കുന്ന സ്പൈക്കുകളില്ലേ, ഡെൻഡ്രോബിയത്തിന്റെ മാത്രമാണ് കേട്ടോ, ഫലനോസിസ് അല്ല പറയുന്നത്. ഡെൻഡ്രോബിയത്തിന്റെ കെയർ മാത്രമാണ് ഞാൻ പറയുന്നത്. അത് ഈ ഒരു സാധനം നമ്മൾ ഇത്രയും നിർത്താതെ, ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കാതെ ഇത്രയും നിൽക്കുന്നത്, ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇത് നിൽക്കും തോറും നമ്മുടെ പ്ലാന്റിന്റെ ആരോഗ്യം കുറയും. ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് അടുത്ത ഷൂട്ട് അതിൽ നിന്നുണ്ടാകും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫെർട്ടിലൈസർ. മാസത്തിൽ ഒരു 4 പ്രാവശ്യം മിനിമം നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്തേ പറ്റുള്ളൂ നമ്മുടെ പ്ലാന്റിന്. അതായത് ഒരേ ഫെർട്ടിലൈസർ കൊടുക്കരുത്, മാറി മാറി നിങ്ങൾ ഫെർട്ടിലൈസർ കൊടുക്കണം. പൊട്ടാഷ് കണ്ടന്റ് കൂടിയത് പൊട്ടാഷ് തന്നെ, അങ്ങനെ നിങ്ങൾ ഫെർട്ടിലൈസർ കൊടുക്കുക. ഇടയ്ക്ക് ഗ്രോത്തിനുള്ളതോടെ കൊടുക്കുക. അതായത് ഫ്ലവറിന്റെ മാത്രമല്ല, നമ്മുടെ പ്ലാന്റിന് ആരോഗ്യം വരണം. അപ്പൊ ഗ്രോത്തിനുള്ള ഫ്ലവറി മിക്സ് കൂടെ, ഫെർട്ടിലൈസറും കൂടെ നിങ്ങൾ കൊടുക്കുക. പിന്നെ വാട്ടറിങ് വെള്ളം വേണമെന്നും പറഞ്ഞ് കണ്ടമാനം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അത് അധികമായാൽ അമൃതം വിഷം, ഏതിനാണേലും. ഓർക്കിഡിനും അതുപോലെ തന്നെ. നമ്മൾ വെള്ളം അതിന് ആവശ്യമുള്ളത് നോക്കി മാത്രം നമ്മൾ വെള്ളം കൊടുക്കുക. അധികമാവാതെ, അധികം ഡ്രൈ ആയി പോകാതെ നമ്മൾ വെള്ളം നോക്കി ഒഴിച്ചു കൊടുക്കുക. പിന്നെ പോട്ട് മിക്സ്, ചകിരി, അതായത് തൊണ്ടിനകത്ത് മാത്രം നമ്മുടെ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്ലാന്റിന് നല്ല വളർച്ച ഉണ്ടാകും, ഗ്രോത്ത് ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ രീതി വെച്ച് നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവരാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ ഓവർ വാട്ടറിങ് മൂലം അതിന്റെ പ്ലാന്റിന്റെ ചോട് ചീഞ്ഞു പോകും. ഓർക്കിഡിന് ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ അത് പ്ലാന്റ് അടി മുഴുവൻ ചീഞ്ഞിട്ട് പ്ലാന്റ് നശിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് നമ്മൾ അറിയുള്ളൂ. നമ്മൾ അറിഞ്ഞു വരുമ്പോഴത്തേന് പ്ലാന്റ് ഫുള്ള് നാശമായി കാണും. അത് കാരണം ഞാൻ ഇവിടെ ചെയ്യുന്നത്, നമ്മുടെ കരി, മെറ്റൽ ചിപ്സ്, നമ്മുടെ ഗ്രീൻ നെറ്റ് അതൊക്കെ പോട്ട് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഓർക്കിഡ് എങ്ങനെ പോട്ട് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ളതാണ് നമ്മുടെ പ്ലാന്റ് റീപോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും പോയി ഒരേപോലെ റീപോർട്ട് ചെയ്യരുത്. പ്ലാന്റ് നല്ല ബുഷി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ പോട്ട് എന്തായാലും നമ്മൾ മാറ്റിക്കിടും. ഒന്നില്ലേ പ്ലാന്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പോട്ട് മാറ്റി കൊടുക്കണം. നിറഞ്ഞ് നിൽക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. ഇത്രയൊരു 2-3 കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഫ്ലവർ ഉണ്ടാകും. എല്ലാവരും ചെയ്യുന്നത്, നല്ലൊരു ഫ്ലവർ കണ്ടിട്ട് നഴ്സറിയിൽ പോയിട്ട് നിങ്ങൾ പ്ലാന്റ് വാങ്ങിച്ചു വെക്കും. ആ ഒരു ഫ്ലവർ കഴിയുന്നതോടുകൂടി പിന്നെ നമ്മുടെ പ്ലാന്റിന് ഫ്ലവർ ഉണ്ടാവില്ല. കുറെ നാൾ നിന്ന് അതങ്ങ് മുരടിച്ചു പോകും. അതുപോലെ തന്നെ നമ്മൾ ഫംഗിസൈഡ് കൊടുക്കണം നമ്മുടെ പ്ലാന്റിന്, മഴക്കാലത്ത് പ്രത്യേകിച്ച്.
പിന്നെ നമ്മുടെ കീടാണു നാശിനികൾ ഉപയോഗിക്കണം സ്പൈക്ക് ഒക്കെ വരുമ്പോൾ. അല്ലെങ്കിൽ അത് ഞാൻ കാണിച്ചു തരുന്നത് ഇത് കൊണ്ട് എത്ര സ്പൈക്ക് വന്നാന്നറിയോ? എന്റെ അശ്രദ്ധ മൂലം വന്നിട്ട് ഒരു ഫ്ലവർ മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ. ചിലര് പറയുന്നതൊക്കെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്പൈക്ക് മഞ്ഞ കളറിൽ വന്നിട്ട് ചൊങ്ങിപ്പോകുന്നു. എന്റെ ഒരു അനുഭവത്തിൽ വെള്ളം കുറഞ്ഞിട്ടല്ല അങ്ങനെ ഉണ്ടാകുന്നത്. ഒരു മഞ്ഞ കളർ പ്രാണിയുണ്ട്, അത് വന്നിട്ട് നമ്മുടെ ഈ മൊട്ടിലെ നീരൂറ്റി കുടിക്കും. നീരൂറ്റി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മൊട്ട് ചൊങ്ങി മഞ്ഞ കളർ വന്നിട്ട് അതങ്ങ് പൊഴിഞ്ഞു പോകും, നമുക്ക് പൂ വിരിഞ്ഞ് കിട്ടില്ല. അതാണ് അതിന്റെ ഒരു മെയിൻ റീസൺ എനിക്ക് തോന്നുന്നത്. നിങ്ങളിങ്ങനെ ഈ ഒരു 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫ്ലവർ കിട്ടും. പിന്നെ സ്പൈക്ക് കണ്ടിച്ച് കളയണമെന്ന് പറഞ്ഞത് നമ്മുടെ ഫലനോസിസ് ഓർക്കിഡിന്റെ ബാധകമല്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ അതിന് ആ സ്പൈക്ക് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വീണ്ടും ഫ്ലവറോ അല്ലെങ്കിൽ വേറെ തയ്യോ കിട്ടും. ഫലനോസിസ് ഒഴിച്ച് ബാക്കി ഏത് ഓർക്കിഡിന്റെ ആണെങ്കിലും സ്പൈക്ക് ഫ്ലവർ കൊഴിഞ്ഞാൽ അന്നേരം നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതാണ് നമ്മുടെ പ്ലാന്റിന്റെ ആരോഗ്യം. നിങ്ങളിതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊക്കെ ഫ്ലവർ കിട്ടുമെന്നേ ഒരു സംശയവും വേണ്ട, ഞാനല്ലേ പറയുന്നേ. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഒരു മാസം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാന്റിന് അതിന്റെ റിസൾട്ട് ഒന്ന് ഷെയർ ചെയ്യണേ. അറിയാലോ നിങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടോന്ന്. മാറ്റം ഉണ്ടെന്ന് തോന്നുന്നവരെല്ലാവരും ഒന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ വന്നൊന്ന് കമന്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അറിയാമല്ലോ ഞാൻ ചെയ്യുന്ന രീതികളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് അഡീനിയത്തിന്റെ പുതിയൊരു വെറൈറ്റി കാറ്റലോഗ് എത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് അയച്ചു തരാം. ഞാൻ അതിന്റെ ഫ്ലവർ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ശുഭകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും കണ്ടുമുട്ടാം എന്നാണ് എന്റെ പ്രതീക്ഷ. നിങ്ങളെല്ലാം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കുറഞ്ഞുകൊണ്ടാണ് വീഡിയോയുടെ ദൈർഘ്യം കൂടിക്കൂടി വരുന്നത്. ഇപ്പൊ നിങ്ങൾ ആരും കാണുന്നില്ല, ഒരു കമന്റും പറയുന്നില്ലെങ്കിൽ പിന്നെ വീഡിയോ ഇട്ട് നമുക്കൊരു താല്പര്യം വരില്ലല്ലോ. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ലെങ്ത് എപ്പോഴും ഞാൻ കുറച്ചാണ് ഇപ്പൊ നോക്കുന്നത്. വീഡിയോയുടെ ടൈമിന്റെ ലെങ്ത് കൂടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഉറപ്പായിട്ടും കണ്ടുമുട്ടാം. നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.